നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം കുഞ്ചത്തൂർ പദവിൽ കിണറിൽ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മുൾക്കിയിലെ മുഹമ്മദ് ഷെരീഫിന്റെ മൃതദേഹമാണ് ആളൊഴിഞ്ഞ ഭാഗത്ത് കിണറിൽ കണ്ടത്. SFIക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SFI കേരളത്തിൽ സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞുവെന്നും CPM നേതൃത്വം ഇടപെട്ട് പ്രസ്ഥാനത്തെ പിരിച്ചുവിടണമെന്നും VD സതീശൻ. കേരളത്തിലെ ലഹരി വ്യാപനത്തിന്റെ കണ്ണികളാണ് SFI എന്നും CPM അവരെ രാഷ്ട്രീയ രക്ഷകർതൃത്വം നൽകി ക്രിമിനലുകളാക്കുകയാണെന്നും സതീശൻ കാസർഗോഡ് പറഞ്ഞു. ചിരിയും ചിന്തയും വിതറി ആചാരപ്പെരുമയിൽ ശാലിയപ്പൊറാട്ട്. പൂരോത്സവത്തിന്റെ ഭാഗമായി വെള്ളിക്കോത്ത് അദ്യാൽ തെരു ചുളിയാർ ഭഗവതി ക്ഷേത്രത്തിലാണ് ശാലിയപ്പൊറാട്ട് അരങ്ങേറിയത്. സോൾജിയേഴ്സ് ഓഫ് KL14 വെൽഫെയർ സൊസൈറ്റിയുടെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം 12-ന്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വിഷുവിന്റെ വരവറിയിച്ച് കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച വിഷുക്കാലത്തെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. ഈ കാഴ്ചയെന്നും മനസ്സിൽ ഗൃഹാതുരത്വം തുളുമ്പുന്ന ഓർമ്മയാണ്. കേരള സ്റ്റേറ്റ് ഹയർ ഗൂഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിന് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് AP അഹമ്മദ് കോയ ശിലാസ്ഥാപന ചടങ്ങ് നിർവഹിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഊരാളുങ്കലിന് കൃഷിയും വഴങ്ങും. ഊരാളുങ്കൽ അഗ്രിഗേറ്റ്സിന്റെ കീഴിലുള്ള കയ്യാറിലെ നെൽപ്പാടം കൊയ്ത്തിനു ഭാഗമായി കണ്ണിന് കുളിർമയുള്ള കാഴ്ചയായി മാറുകയാണ്. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരം കുഞ്ചത്തൂർ പദവിൽ കിണറിൽ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മുൾക്കിയിലെ മുഹമ്മദ് ഷെരീഫിന്റെ മൃതദേഹമാണ് ആളൊഴിഞ്ഞ ഭാഗത്ത് കിണറിൽ കണ്ടത്. സമീപത്ത് ചോരപ്പാടുകൾ ഉണ്ടായത് കൊലപാതകമാണോ എന്ന സംശയം ഉയർത്തിയിട്ടുണ്ട്. വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. മഞ്ചേശ്വരം കുഞ്ചത്തൂർ പദവ് മഹാലിംഗേശ്വര ക്ഷേത്ര റോഡിന് സമീപത്തെ കിണറ്റിലാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ മുൽക്കിയിലെ മുഹമ്മദ് ഷെരീഫിന്റെ മൃതദേഹം ഇന്നലെ രാത്രി കണ്ടെത്തിയത്. കിണറിന് സമീപം ഷെരീഫിന്റെ ഓട്ടോറിക്ഷ നിർത്തിയിട്ട നിലയിലുമുണ്ടായിരുന്നു. കിണറിന് സമീപം ഓട്ടോറിക്ഷ ശ്രദ്ധയിൽപ്പെടുകയും ആരെയും കാണാത്തതിനെ തുടർന്ന് കിണറിൽ നോക്കിയപ്പോഴാണ് മൃതദേഹം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ 11:30 വരെ ഷെരീഫിനെ കണ്ടിരുന്നതായി പറയുന്നു. എന്നാൽ 1 മണിക്ക് ഭാര്യ ഫോൺ ചെയ്തപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. തുടർന്ന് ബന്ധുക്കൾ മുൽക്കി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഷെരീഫിനെ കാണാനില്ലെന്ന പരാതിയിൽ മുൽക്കി പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് മഞ്ചേശ്വരത്ത് കിണറിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. 11:30 മണിക്ക് കണ്ട ആളുണ്ട്. പിന്നെ 1 മണിക്ക് ഫോണാക്കി എൻ്റെ ഭാര്യ. ഫോണാക്കുമ്പോൾ സ്വിച്ച് ഓഫ് വന്നു. പിന്നെ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് മൊബൈൽ. മഞ്ചേശ്വരം പോലീസ് വിവരമറിയിച്ചതിനെ തുടർന്ന് ഷെരീഫിന്റെ പിതാവും മറ്റു ബന്ധുക്കളും രാത്രി തന്നെ സ്ഥലത്തെത്തിയിരുന്നു. തെളിവുകൾ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ളതിനാൽ രാത്രി മൃതദേഹം കിണറ്റിൽ നിന്നും പുറത്തെടുത്തില്ല. രാവിലെ പോലീസ് നായ, ഫോറൻസിക് വിദഗ്ധർ എന്നിവരെത്തി പരിശോധന നടത്തുകയും തുടർന്ന് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തു. കിണറിന് സമീപം ചോരപ്പാടുകൾ കണ്ടത് കൊലപാതകമാണെന്ന സംശയത്തിന് ബലം നൽകുന്നുണ്ട്. കൂടാതെ ശരീരത്തിൽ വെട്ടേറ്റ മുറിവുകൾ കണ്ടെത്തിയതായും വിവരമുണ്ട്. വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം ഈ പ്രദേശത്ത് ഒരു കേന്ദ്രത്തിൽ ചൂതാട്ടം നടന്നുവരുന്നതായി സൂചന ലഭിച്ചതായി പോലീസ് അറിയിച്ചു. ചൂതാട്ട കേന്ദ്രവും ഓട്ടോ ഡ്രൈവറുടെ മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതോടെ മാത്രമേ സംഭവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം ലഭിക്കുകയുള്ളൂ. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. SFIക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SFI കേരളത്തിൽ സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞുവെന്നും CPM നേതൃത്വം ഇടപെട്ട് പ്രസ്ഥാനത്തെ പിരിച്ചുവിടണമെന്നും VD സതീശൻ. കേരളത്തിലെ ലഹരി വ്യാപനത്തിന്റെ കണ്ണികളാണ് SFI എന്നും CPM അവരെ രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകി ക്രിമിനലുകളാക്കുകയാണെന്നും സതീശൻ കാസർഗോഡ് പറഞ്ഞു. എറണാകുളത്തും തിരുവനന്തപുരത്തും നടന്ന സംഭവങ്ങളെ പരാമർശിച്ചായിരുന്നു VD സതീശൻ SFIക്കെതിരെ വിമർശനമുന്നയിച്ചത്. കേരളത്തിലെ ഏത് ക്യാമ്പസിൽ മയക്കുമരുന്ന് പിടിച്ചാലും റാഗിംഗ് നടത്തിയാലും അതിനു പിന്നിൽ SFI ആണ്. ലഹരി വ്യാപനത്തിന്റെ കണ്ണികളാണ് SFIക്കാർ.
CPM അവരെ രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകി ക്രിമിനലാക്കുകയാണ്. CPM അതിൽ നിന്ന് പിന്മാറണമെന്നും സതീശൻ പറഞ്ഞു. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ മയക്കുമരുന്ന് പിടിച്ചാലും കളമശ്ശേരി പോളിടെക്നിക്കിൽ മയക്കുമരുന്ന് പിടിച്ചാലും കേരളത്തിലെ ഏത് ക്യാമ്പസിൽ റാഗിങ്ങിന് ആളെ പിടിച്ചാലും മയക്കുമരുന്ന് പിടിച്ചാലും അതിന് SFI-കാരുണ്ട്. വയനാട് പൂക്കോട് സിദ്ധാർത്ഥിന്റെ കൊലപാതകം അല്ലേ, അതേപോലെ തന്നെ കോമ്പസ് കൊണ്ട് കുത്തിക്കീറി കോട്ടയത്ത് അതിന്മേ ഫെവിക്കോൾ അടിച്ച സംഭവം, ഈ എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളുടെയും പുറകിൽ ഈ വിദ്യാർത്ഥി ഇവരെ കയറൂരി വിട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ലഹരി വ്യാപനത്തിന്റെ കണ്ണികൾ കൂടിയായി ഇവർ മാറിയിരിക്കുകയാണ്. ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ പേറ്റനേജ് കൊടുത്ത് രാഷ്ട്രീയ രക്ഷാകർതൃത്വം കൊടുത്ത് ഇവർക്ക് മുഴുവൻ ഇവരെ ക്രിമിനലുകളാക്കിയുള്ളൊരു പുതിയ തലമുറയെ മാറ്റുകയാണ് CPM. ദയവ് ചെയ്ത് അതിൽ നിന്ന് പിന്മാറണം. ദയവ് ചെയ്ത് ഇവരോട് സ്വന്തം സംഘടനയിൽപ്പെട്ട ഈ വിദ്യാർത്ഥികളോട് അവരോട് നശിച്ചു പോകരുതെന്ന് പറയാം. ലഹരി മരുന്നിനെതിരെ അതിശക്തമായ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നേരെ മന്ത്രിസഭാ യോഗത്തിൽ പോയി 1-ാം തീയതി മദ്യം വിളമ്പുമെന്ന് പ്രഖ്യാപനം നടത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഇത് കാപ്പട്യമാണ്. ലഹരിക്കെതിരെ ആഞ്ഞടിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയും കള്ളിനൊപ്പം ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്യുന്നതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ലഹരി മരുന്നിനെതിരായിട്ട് അതിശക്തമായ പോരാട്ടം തുടങ്ങും എന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. മുഖ്യമന്ത്രി നേരെ പോയി ക്യാബിനറ്റിൽ പോയി 1-ാം തീയതി കൂടി മദ്യം വിളമ്പാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കും. എന്തൊരു കാപട്യമാണ് അത്, എന്തൊരു കാപട്യമാണ്. 1-ാം തീയതി കൂടി മദ്യം വിളമ്പാൻ വേണ്ടി തീരുമാനമെടുക്കുക, നേരെ പോയി ലഹരിക്കെതിരായിട്ട് ആഞ്ഞടിക്കുക, പത്രസമ്മേളനം നടത്തി ആഞ്ഞടിക്കുക, ഇനി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം എന്ന് പറയാം. ഇത് നേരെ പോയി ക്യാബിനറ്റിൽ പോയി 1-ാം തീയതി അവധിയായിരുന്നു, അതുകൂടി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുക, ബ്രൂവറി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുക, എക്സൈസ് മന്ത്രി ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയാം കല്ലിൻ്റെ ഒപ്പം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചിരിയും ചിന്തയും വിതറി ആചാരപ്പെരുമയിൽ ശാലിയപ്പൊറാട്ട്. പൂരോത്സവത്തിന്റെ ഭാഗമായി വെള്ളിക്കോത്ത് അതിയാൽ തെരു ചുളിയാർ ഭഗവതി ക്ഷേത്രത്തിലാണ് ശാലിയപ്പൊറാട്ട് അരങ്ങേറിയത്. മലബാറിലെ ശാലിയ സമുദായക്കാർക്കിടയിൽ കാണുന്ന ഒരു അനുഷ്ഠാന കലയും രംഗകലയുമാണ് പൊറാട്ട് അഥവാ ശാലിയപ്പൊറാട്ട്. പൂരോത്സവവുമായി ബന്ധപ്പെട്ടാണ് പൊറാട്ട് അരങ്ങേറുന്നത്. ഭഗവതി ക്ഷേത്രങ്ങളിൽ മീനമാസത്തിലെ കാർത്തികയിലാണ് പൂരോത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. പൊറാട്ട് ആഘോഷം തുടങ്ങുന്നത് പിലിക്കോട് തെരുവിൽ വെച്ചാണ്. പൂരവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകളാണ് പൂരമാലയും പൂരം കുളിയും പൂരക്കളിയും പൂവിടലും. നീലേശ്വരത്തും കരിവെള്ളൂരും പൂരം കുളി നാളിന് തലേദിവസവും വെള്ളൂർ, കാഞ്ഞങ്ങാട്, വെള്ളിക്കോത്ത്, ഉദുമ എന്നീ പ്രദേശങ്ങളിൽ പൂരം കുളി ദിവസവും പയ്യന്നൂരിൽ പൂരം കുളിക്ക് ശേഷവുമാണ് ശാലിയപ്പൊറാട്ട്. വെള്ളിക്കോത്ത് അതിയാൽ തെരു ചൂളിയാർ ഭഗവതി ദേവസ്ഥാനത്ത് പൂരോത്സവത്തിന്റെ ഭാഗമായാണ് ശാലിയപ്പൊറാട്ട് നടന്നത്. ഏത് ടൈമിന് വേണമെങ്കിലും അടിച്ചിരും. നമ്മില്ലേ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ അടിച്ചുതരാം, സൈഡ് വേണമെങ്കിൽ സൈഡിൽ ഇങ്ങനെ വേണമെങ്കിൽ അടിച്ചുതരും കേട്ടോ. കോലാമ്പൂർ, തൃക്കരിപ്പൂർ, അതിയാമ്പൂർ, ഈ അതിയാമ്പൂർ തൃക്കരിപ്പൂർ നമ്മൾ ബ്രാഞ്ചാണ്. ചിരിയും ചിന്തയും വിതറി ആചാരപ്പെരുമയിലാണ് ശാലിയപ്പൊറാട്ട് അരങ്ങേറിയത്. നിരവധി ആളുകളാണ് ശാലിയപ്പൊറാട്ട് കാണുവാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സോൾജിയേഴ്സ് ഓഫ് KL14 വെൽഫെയർ സൊസൈറ്റിയുടെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം 12-ന്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കാസർഗോഡ് ജില്ലയിലെ സൈനിക, അർദ്ധസൈനിക വിഭാഗങ്ങളിൽ സേവനമനുഷ്ഠിച്ചു വരുന്നവരുടെയും വിരമിച്ചവരുടെയും കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് KL വെൽഫെയർ സൊസൈറ്റിക്കു വേണ്ടി മാവുങ്കാലിൽ നിർമ്മിച്ച ആസ്ഥാന മന്ദിരം ഏപ്രിൽ 12-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥൻ യോഗേന്ദ്ര സിംഗ് യാദവ് ഉദ്ഘാടനം ചെയ്യും. സൊസൈറ്റി പ്രസിഡന്റ് ഇ ശശിധരൻ അധ്യക്ഷനാകും. ധീരജവാൻ അശ്വിൻ മെമ്മോറിയൽ ഹാൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. ഇ ചന്ദ്രശേഖരൻ MLA സുവനീർ പ്രകാശനം ചെയ്യും. ധീരജവാൻ അശ്വിന്റെ മാതാപിതാക്കൾ സുവനീർ ഏറ്റുവാങ്ങും. പരംവീർ ചക്ര ലഭിച്ച യോഗേന്ദ്ര സിംഗ് യാദവിനെ അചാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ ആദരിക്കും. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങേത്ത് ആദരിക്കും. P ദാമോദരൻ, K നാരായണൻ നായർ, പ്രസന്ന ഇടയിലും, PV മനീഷ്, P സുനിത എന്നിവർ പങ്കെടുക്കും. സെക്രട്ടറി ജയൻ പൊന്നൻ സ്വാഗതവും VV സന്തോഷ് നന്ദിയും പറയും. 12-ാം തീയതി ഏപ്രിൽ 12-ന് ഈ മാസം ഏപ്രിൽ 12-ാം തീയതി സോൾജിയേഴ്സ് ഓഫ്
KL14 വെൽഫെയർ സൊസൈറ്റി എന്ന സൈനിക സംഘടനയുടെ കാസർഗോഡ് ജില്ലാ ആസ്ഥാനം മാവുങ്കാലിലുള്ള ഉദയകുന്ന് എന്ന സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ബിൽഡിങ്ങിന്റെ ഉദ്ഘാടന കർമ്മം പരംവീർ ചക്ര ശ്രീ യോഗേന്ദ്ര സിംഗ് യാദവ് അവരാണ് നിർവഹിക്കുന്നത്. കാർഗിൽ യുദ്ധാനന്തരം പരംവീർ ചക്ര ലഭിച്ച ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. ഈ ബിൽഡിംഗ് ഇനാഗുറേഷനോട് സംബന്ധിച്ച് അശ്വിൻ മെമ്മോറിയൽ ഹാൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനാണ്. വാർത്താ സമ്മേളനത്തിൽ ഇ ശശിധരൻ, ജയൻ പൊണ്ണൻ, MV ബിജു പുള്ളൂർ, പാലിഷ് മൗങ്കാൽ, ഷൈജു ബാബു മാണിക്കൂത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിഷുവിന്റെ വരവറിയിച്ച് കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച വിഷുക്കാലത്തെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. ദിനേശൻ താനത്ത് പകർത്തിയ ഈ കാഴ്ച കാണാം. വിഷു ഇങ്ങെത്തിയെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രധാനമായും കണിക്കൊന്നകളാണ്. വഴികൾ നീളെ മഞ്ഞ നിറത്തിൽ പുഞ്ചിരിക്കുന്നതുപോലെ പൂത്തിരിക്കുന്ന കണിക്കൊന്നകൾ. മീനച്ചൂടിലും ഇത്തവണ ഒത്തിരി മുൻപേ കണിക്കൊന്നകൾ പൂത്തിരുന്നു. എത്ര ചൈനീസ് പ്ലാസ്റ്റിക് കണിക്കൊന്നകൾ വന്നാലും വിഷുവിന് കണിക്കൊന്ന പറിച്ച് താലത്തിൽ വെച്ച് കണി കാണുന്നത് നമ്മൾ മലയാളികൾക്ക് ശീലമാണ്. വിഷുക്കാലത്ത് കണിക്കൊന്നകൾ പൂത്തുനിൽക്കുന്ന കാഴ്ച നമ്മെ ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകളിലേക്ക് വിളിച്ചു കൊണ്ടുപോകും. സ്വർണ്ണ നിറം പോലെ തിളങ്ങുന്നവളാണല്ലോ കണിക്കൊന്ന. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കൂടിയാണല്ലോ നമ്മൾ ഏവരും വിഷുവിന് ഏറെ പ്രാധാന്യം നൽകുന്ന കണിക്കൊന്ന. ഇത്തവണ നേരത്തെ വരവറിയിച്ചതുകൊണ്ട് വിഷുവാകുമ്പോഴേക്കും കണിക്കൊന്ന കിട്ടില്ലെന്ന ആശങ്കയിലായിരുന്നു നമ്മൾ മലയാളികൾ. ദാ വിഷു ഇങ്ങെത്തി, കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. മാറിവരുന്ന ജീവിത സാഹചര്യത്തിൽ കണിക്കൊന്നകളുടെ ഈ കാഴ്ചകൾ ഒരിക്കലും നമ്മൾ മലയാളികൾക്ക് അന്യമാകാതിരിക്കട്ടെ. എന്നും കണ്ണിന് കുളിർമയായും വിഷുവിന് കണിക്കായും തിളങ്ങി നിൽക്കട്ടെ. ക്യാമറാമാൻ ദിനേശിനോടൊപ്പം വിഭിഷാവനിൽ, സിറ്റി ന്യൂസ്, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് ഹയർ ഗൂഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് AP അഹമ്മദ് കോയ ശിലാസ്ഥാപന ചടങ്ങ് നിർവഹിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പന്തൽ, അലങ്കാരം, ശബ്ദം, വെളിച്ചം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ഹയർ ഗൂഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ബട്ടത്തൂരിൽ പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് നടന്നു. സംസ്ഥാന പ്രസിഡന്റ് AP അഹമ്മദ് കോയ ശിലാസ്ഥാപന ചടങ്ങ് നിർവഹിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. 5ാമത്തെ ജില്ലയിലാണ് നമുക്ക് ഓഫീസ് കെട്ടിടം വരുന്നത്. ഈ വയനാട് മാത്രം ബാക്കി. അപ്പോൾ 6 ജില്ലകളിലും നമുക്ക് കെട്ടിടങ്ങളുണ്ട്. പാലക്കാട് ഇതേപോലെ സ്ഥലം എടുത്തിട്ടുണ്ട്. അവിടെ അടുത്ത ദിവസം പറക്കല്ലിടും. കോഴിക്കോട് സ്റ്റേറ്റ് കമ്മിറ്റി സ്ഥലമെടുത്ത് അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. ആ വിവിധ രീതി. പക്ഷേ എനിക്ക് ഇവിടെ പറയാനുള്ളത്, നിങ്ങളൊക്കെ ഒരുപാട് സഹായിച്ചവരാണ്. അപ്പം നമുക്ക് കണ്ണൂർ ജില്ലയെ മാതൃകയാക്കിക്കൊണ്ട് കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടൊരു കെട്ടിടം എടുത്തത് അന്ന് ഓരോ മെമ്പർമാരും 3000 രൂപ കൊടുത്തിട്ടാണ്. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് K സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി TV ബാലൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന ട്രഷറർ P ഷംസുദ്ദീൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ ഇൻചാർജുമായ P രവീന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് മെമ്പർ N രാധാകൃഷ്ണൻ, കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് AV ബാബുരാജ്, കാസർഗോഡ് ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റ് വാസന്തി കുമാരൻ, KV സുരേഷ്, K മധുകുമാർ, ഫിറോസ് പടിഞ്ഞാർ, മുരളീധരൻ നീലേശ്വരം, നാസർ മുനമ്പം, മൂസ പരപ്പ, ഹനീഫ കരിന്തപ്പള്ളം, പുഷ്പരാജ് ഷെട്ടി, ബാലൻ ബളാന്തോട്, ജലാൽ മർത്തബ, റസാഖ് ഇഷൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KV ഷിബു സ്വാഗതവും ട്രഷറർ K ഹംസ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഊരാളുങ്കലിന് കൃഷിയും വഴങ്ങും. ഊരാളുങ്കൽ അഗ്രിഗേറ്റ്സിന്റെ കീഴിലുള്ള കയ്യാറിലെ നെൽപ്പാടം കൊയ്ത്തിനു പാകമായി കണ്ണിന് കുളിർമയുള്ള കാഴ്ചയായി മാറുകയാണ്. നിർമ്മാണ മേഖലയിൽ മാത്രമല്ല കൃഷിയിലും നൂറുമേനി കൊയ്യുകയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സൊസൈറ്റിക്ക് കീഴിലുള്ള കയ്യാർ അഗ്രിഗേറ്റ്സ് ആണ് കാർഷിക രംഗത്ത് വൈവിധ്യങ്ങളുടെ കയ്യൊപ്പ് ചാർത്തുന്നത്. കയ്യാർ പറമ്പളയിലുള്ള ഒരേക്കറിൽ നെൽകൃഷി വിളവെടുപ്പിന് പാകമായിരിക്കുകയാണ്. കൂടാതെ വിവിധ പച്ചക്കറികളും സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുകയാണിവിടെ. നിർമ്മാണാവശ്യങ്ങൾക്കായി പാറയും കരിങ്കല്ലുകളും പൊട്ടിച്ചെടുത്ത വലിയ കുഴികൾ മണ്ണിട്ട് നികത്തി ഒന്നാന്തരം കൃഷിഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണിവിടെ.
നെൽകൃഷിക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത ഭൂഭാഗമാണെങ്കിലും ഒരു പരീക്ഷണമെന്ന നിലയിലാണ് ഒരേക്കർ ഭൂമിയിൽ 4 മാസം മുൻപ് ഞാറ് നട്ടത്. നല്ല പരിചരണം ലഭിച്ചതോടെ ഞാറുകൾ കരുത്തോടെ വളർന്നു വന്നു. പതിരുകളില്ലാത്ത വിളഞ്ഞ നെൽപ്പാടത്ത് ഇപ്പോൾ കൊയ്ത്തു തുടങ്ങി. CPCRയിൽ നിന്നെത്തിച്ച ശ്രേയസ് എന്ന നെൽവിത്താണ് കൃഷിക്കുപയോഗിച്ചത്. അടിയിൽ പാറയായതിനാൽ ആവശ്യത്തിന് വെള്ളം കെട്ടിനിൽക്കുന്നത് നെൽകൃഷിക്ക് ഗുണകരമായി. പൈവേലികെ കൃഷി ഓഫീസർ VA ജെറിൻ കൃഷിക്കാവശ്യമായ മാർഗനിർദ്ദേശം നൽകി ഇവരുടെ ഉദ്യമത്തിന് തണലായി. ഒരു കെഷർ യൂണിറ്റാണിത്. അപ്പോൾ നമ്മളിവിടെ പല പച്ചക്കറിയും ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ മണ്ണിനും നാടുന്നുണ്ട്. കൂടെ ഞങ്ങൾക്ക് മണ്ണിട്ട് എത്തിയ സ്ഥലമാണ്. അല്ലാതെ ഈ നെൽകൃഷിക്ക് അനുയോജ്യമായ ഭൂമിയല്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് ഈ ശ്രേയസ് ഇനത്തിൽപ്പെട്ട ഈ പച്ചക്കറി ഈ നെൽകൃഷി ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. 1 ഏക്കറോളം സ്ഥലത്ത് നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നിട്ടുണ്ട്. അടുത്ത ഈ മഴക്കാലം വരുന്ന സമയത്തും കൃഷിഭവൻ്റെ എല്ലാ ഹെൽപ്പും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പൈവളിക കൃഷി ഓഫീസർ ജെറിൻ വി ആണ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പാഡി ഫീൽഡിലോട്ടാണ്. അപ്പോൾ ഇവരിവിടെ ചെയ്തിരിക്കുന്നത് കോറി ഫീൽഡിൽ മണ്ണിട്ട് നികത്തിയിട്ട് ഏകദേശം 4 മാസമായി. അപ്പോൾ ഇതിൻ്റെ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഇതിൻ്റെ ചുറ്റും പച്ചക്കറി കൃഷി, പയറുവർഗവും പച്ചക്കറി കൃഷിയെല്ലാം ചെയ്തിട്ടുണ്ട്. കൃഷിയുടെ എല്ലാ മേഖലകളിലും കൈമുദ്ര ചാർത്തുകയാണ് ഊരാളുങ്കലിന്റെ ഈ 50 ഏക്കർ ഭൂമി. നെല്ലിനും പച്ചക്കറികൾക്കും പുറമെ മത്സ്യകൃഷി, ആട്, പശു, മുയൽ, മുട്ടക്കോഴി, ബ്രോയിലർ കോഴി തുടങ്ങിയവയുടെ വളർത്തുകേന്ദ്രം കൂടിയാണിവിടം. 7ഓളം പശുക്കൾ ഇവിടെയുണ്ട്. പാലും മുട്ടയും ആവശ്യക്കാർക്ക് ലഭ്യമാണ്. ആട്, മുയൽ തുടങ്ങി വളർത്തുമൃഗങ്ങളെ ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്ന് വിൽപ്പന നടത്തുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ക്രഷർ യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ദേശീയപാതയുടെ ആദ്യ റീച്ചായ തലപ്പാടി ചെങ്കള റോഡ് നിർമ്മാണം ഊരാളുങ്കലിലാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി, ഡയറക്ടർ KP പ്രകാശൻ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ KP ജിനേഷ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം സൈറ്റ് ലീഡർ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രവർത്തനം. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാമദേവനെ യാത്രയാക്കി പൂരോത്സവത്തിന് സമാപനമായി. അജാനൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ആറാട്ടോടെ പൂരമഹോത്സവത്തിന് സമാപനമായി. ഉത്തര കേരളത്തിലെ 2ാമത്തെ വസന്തോത്സവമാണ് പൂരോത്സവം. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിലാണ് പൂരോത്സവം കൊണ്ടാടാറുള്ളത്. ഋതുമതിയാവാത്ത പെൺകുട്ടികൾ ഈ ദിവസങ്ങളിൽ വ്രതം നോറ്റ് കാമദേവനെ പൂജിച്ചു വരുന്നു. പൂരോത്സവത്തിന്റെ പൂരം നാളിലാണ് കാമന അയക്കൽ ചടങ്ങ് നടക്കാറുള്ളത്. അജാനൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ആറാട്ടോടെ പൂരോത്സവത്തിന് സമാപനമായി. ആറാട്ട് ചടങ്ങുകൾക്ക് ക്ഷേത്രം സ്ഥാനികർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളും നാട്ടുകാരുമടക്കം നിരവധി ആളുകളാണ് ചടങ്ങ് ദർശിക്കുവാനായി ക്ഷേത്രത്തിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാക്കരങ്കോട്ട് EMS സ്മാരക മന്ദിരത്തിന്റെയും റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. മാക്കരംകോട്ട് EMS സ്മാരക മന്ദിരത്തിന്റെയും റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും വാർഷികാഘോഷം വിവിധ പരിപാടികളോടെയാണ് നടന്നത്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു. പ്രഭാഷകൻ സജീവൻ ശ്രീകൃഷ്ണപുരം ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. പ്രിയപ്പെട്ടവർ, അടിമുടി സാമ്രാജ്യത്വ വിരുദ്ധമായ ഇന്ത്യയുടെ ആവിർഭാവത്തിനു കാരണമായ ഈ നാടിന്റെ ചരിത്രവുമായി പുലബന്ധമില്ലാത്തവർ, ഒരു കൊതുകുകടിയുടെ വേദന അനുഭവിക്കാത്തവർ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അധികാര കേന്ദ്രത്തിൽ അള്ളിപ്പിടിക്കുന്നു എന്നതാണ് ഈ വർത്തമാനകാലത്ത് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അതിനെ മറികടക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തെ അവർ അതുകൊണ്ടാണ് അവമതിപ്പുണ്ടാക്കി അപനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാന്ധിജിയെ മറച്ചു വെക്കുന്നു, ഗാന്ധിജിയുടെ പടം നീക്കുന്നു. അപ്പുറത്ത് നാഥുറാം ഗോഡ്സെയുടെ അമ്പലം ഉയരുന്നു. പ്രിയപ്പെട്ടവരെ, നെഹ്റുവിനെ കുറിച്ച് ഈ നാട്ടിലെ കുട്ടികൾ അറിയരുത് എന്നിവർ പറയുന്നു. സംഘാടക സമിതി കൺവീനർ വിനോദ് മാക്കരംകോട്ട് സ്വാഗതം പറഞ്ഞു.
സംഘാടക സമിതി ചെയർമാൻ ഹരീഷ് പപ്പൻ അധ്യക്ഷത വഹിച്ചു. സുനു ഗംഗാധരൻ മാസ്റ്റർ, യതീഷ് വാരിക്കാട്ട്, രമ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ CPIM പുല്ലൂർ ലോക്കൽ സെക്രട്ടറി വി നാരായണൻ മാസ്റ്റർ ആദരിച്ചു. കലാകായിക മത്സരത്തിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനദാനം CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജ്മോഹൻ നിർവഹിച്ചു. ക്ലബ് ട്രഷറർ രാഘവൻ മാക്കരങ്കോട്ട് നന്ദിയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് നാടകം അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പകൽ വീടുകൾക്ക് നൽകുന്ന ലൈബ്രറി പുസ്തകങ്ങളുടെ ഉദ്ഘാടനം നടന്നു. വെലാശ്വരം പകൽ വീട്ടിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പകൽ വീടുകൾക്ക് നൽകിയ ലൈബ്രറികൾക്കുള്ള പുസ്തകങ്ങളുടെ ഉദ്ഘാടനം നടന്നത്. അജാനൂർ പഞ്ചായത്ത് വേലാശ്വരം പകൽ വീടിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. വയോജനങ്ങൾ കേരളത്തിൻ്റെ അമൂല്യ സമ്പത്താണ്. അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം മുഴുവൻ സർക്കാർ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ത്രിതല പഞ്ചായത്തുകളിലൂടെ വയോജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വീടായി വൈകുന്നേരം വരെ ഇരിക്കാനുള്ള വീട് സൗകര്യം വന്നു. അതുപോലെ കാണാനുള്ള TVയും മറ്റ് കളിക്കാനുള്ള സൗകര്യങ്ങൾ, അത്യാവശ്യം കിടന്നുറങ്ങാനും ഇരിക്കാനും ഒക്കെയുള്ള ഫർണിച്ചർ സൗകര്യങ്ങൾ ഒരുക്കി. ഇപ്പോൾ പുസ്തകം കൂടെ വെക്കുകയാണ്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളും കൂടെ ആവശ്യമുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, പകൽ വീടുകളിൽ ഇവിടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അത്യാവശ്യം ഭക്ഷണം വേണം. അതോടൊപ്പം തന്നെ ചികിത്സ, മരുന്നുകളടക്കമുള്ള ചികിത്സാ സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ കിട്ടണം. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. സീത അധ്യക്ഷത വഹിച്ചു. അസ്യ ചടങ്ങിൽ സംസാരിച്ചു. ഡിവിഷൻ മെമ്പർ A. ദാമോദരൻ സ്വാഗതം പറഞ്ഞു. ബാലകൃഷ്ണൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. മടിക്കൈ പഞ്ചായത്തിലെ ബങ്കളം, പുല്ലൂർ പെരിയയിലെ അമ്പലത്തറ, കല്യോട്ട്, പള്ളിക്കര പഞ്ചായത്തിലെ കൂട്ടക്കനി എന്നിവിടങ്ങളിലും 37,000 രൂപ വീതമുള്ള പുസ്തകങ്ങൾ കൈമാറും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചുഴലിക്കാറ്റും ഇതിനെ തുടർന്നുള്ള മുന്നറിയിപ്പും ലഭിച്ചതോടെ ചെറുവത്തൂർ മടക്കര മത്സ്യബന്ധന തുറമുഖത്തെത്തിയവർ ആശങ്കയിലായി. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. മുന്നറിയിപ്പ് അനുസരിച്ച് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ മുന്നേറുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് ദുരന്ത നിവാരണ ടീം പൂർണ്ണ സജ്ജരായി മടക്കര തുറമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തിയത്. മത്സ്യബന്ധന തുറമുഖത്ത് എത്തിയവർക്ക് കാര്യങ്ങൾ എന്തെന്ന് ബോധ്യപ്പെടും മുമ്പ് കടലിൽ നിന്നും ഫിഷറീസ് അധികൃതരുടെ സന്ദേശം കരയിലേക്ക് എത്തുന്നു. മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് അഴിമുഖത്ത് ചുഴലിക്കാറ്റിൽപ്പെട്ട് അപകടാവസ്ഥയിലാണെന്ന വിവരമാണ് മടക്കര തുറമുഖത്തെത്തിയത്. അഴി ലക്ഷ്യമിട്ട് പുഴയിലൂടെ സർവ്വസജ്ജമായി മറൈൻ വിഭാഗത്തിലെ സേനാംഗങ്ങൾ ബോട്ടുമായി പോകവേ 2 പേർ വെള്ളത്തിൽ മുങ്ങി രക്ഷയ്ക്കായി കൈകൾ ഉയർത്തി അപേക്ഷിക്കുന്നു. ഫിഷറീസ് വകുപ്പിലെ പോലീസ് പെട്രോൾ ബോട്ടിൽ രക്ഷാപ്രവർത്തകർ രക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇരുവരെയും രക്ഷിച്ച് സുരക്ഷിതമായി കരക്കെത്തിക്കുന്നു. കാത്തുനിന്ന അഗ്നിരക്ഷാസേനയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ആംബുലൻസുകളിൽ മെഡിക്കൽ സംഘം ഉൾപ്പെടെ സജ്ജമായിട്ടുള്ള കാടങ്കോട് നെല്ലിക്കാൽ ദേവസ്വം പബ്ലിക് സ്കൂളിലെ ക്യാമ്പിൽ എത്തിക്കുകയായിരുന്നു. പിന്നീടാണ് കാവുംചിറയിലും കാടങ്കോടും ഉൾപ്പെടെയുള്ള നാട്ടുകാരും മത്സ്യവിപണന കേന്ദ്രത്തിലെത്തിയവരും ദുരന്ത നിവാരണ വകുപ്പ് ഒരുക്കിയ മോക്ക് ഡ്രില്ലാണിതെന്ന് മനസ്സിലാക്കിയത്. 12 ജില്ലകളിൽ തിരഞ്ഞെടുത്ത 24 കേന്ദ്രങ്ങളിൽ ഒരേ സമയം മോക്ക് ഡ്രിൽ ഓരോ സംവിധാനങ്ങളും എത്രത്തോളം സജ്ജമാണെന്ന് പരിശോധിച്ച് കൂടുതൽ മെച്ചപ്പെടുത്താനും വിലയിരുത്താനുമാണ് നടത്തിയത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് നിരീക്ഷകർ പ്രത്യേകമായി സംഘടിപ്പിക്കുന്ന കേന്ദ്രങ്ങളിലെത്തി. രാവിലെ ചെറുവത്തൂരിന്റെ തീരത്ത് സൈറൺ മുഴക്കിയതോടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ എല്ലാ വിഭാഗത്തിലുള്ളവരും സജ്ജമായി. ചുഴലിക്കാറ്റും അനുബന്ധ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി അഗ്നിരക്ഷാസേനയുടെ മുന്നറിയിപ്പിൽ തുടങ്ങി ഉച്ചയ്ക്ക് 12:30 അവലോകനവും നടത്തിയാണ് മോക്ക് ഡ്രിൽ സമാപിച്ചത്. പ്രദേശത്തെ 32 കുടുംബങ്ങളിൽ ദുരന്തമുണ്ടായതായി കണക്കാക്കിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. ആകെ 139 പേരെ രക്ഷിച്ചു. 4 വീട് തകർന്നതായും വിവിധ തരത്തിൽ പരിക്കേറ്റ 4 മുതിർന്നവർ ഉൾപ്പെടെ 7 പേരെ ക്യാമ്പിൽ ചികിത്സയ്ക്ക് എത്തിക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനത്തിനിടയിൽ തടസ്സമായ വൈദ്യുതി തൂണുകൾ നീക്കിയും മരങ്ങൾ മുറിച്ചു മാറ്റിയും വിവിധ വകുപ്പിലെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനും ഡ്രിൽ വഴിവെച്ചു. ദുരന്തമുണ്ടാക്കുമ്പോൾ അതിന്റെ വ്യാപ്തി കുറക്കുവാനും തയ്യാറെടുപ്പ് എങ്ങനെയെന്ന് ഉറപ്പാക്കാനുമാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. ദേശീയ ദുരന്ത നിവാരണ വകുപ്പ് നിർദ്ദേശത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കേരളത്തിൽ 24 കേന്ദ്രങ്ങളിലായി ഒരേ സമയമാണ് ദുരന്ത മുന്നറിയിപ്പും രക്ഷാപ്രവർത്തനങ്ങളും നടന്നത്.
മടക്കര തുറമുഖത്ത് ഇൻസിഡന്റ് കമാൻഡറായ ഹോസ്ദുർഗ് തഹസിൽദാർ ടി ജയപ്രസാദ്, ഡെപ്യൂട്ടി ഇൻസിഡന്റ് കമാൻഡർ വി നിക്കീഷ്, തൃക്കരിപ്പൂർ ഹയർ ഓഫീസർ കെ വി പ്രഭാകരന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ് ആപദാ മിത്ര വോളണ്ടിയർമാർ, SI-മാരായ M സുരേഷൻ, CR മൗഷമിൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സേന, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജ്മോഹൻ, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് CV പ്രമീള, സെക്രട്ടറി S വനജ, വിവിധ തലങ്ങളിലെ ജനപ്രതിനിധികൾ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ S ഐശ്വര്യയുടെ നേതൃത്വത്തിലുള്ള സംഘം, കോസ്റ്റൽ പോലീസ് ASI കെ ഹാരി, ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാറായ PRO കെ ബാബു, ലേസൺ ഓഫീസറും ഡെപ്യൂട്ടി തഹസിൽദാറായ PV തുളസിരാജോ, KSEB പഠന സെക്ഷൻ സബ് എഞ്ചിനീയർ KM അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ, കാഞ്ഞങ്ങാട് ജോയിന്റ് RTO KG സന്തോഷ് കുമാർ, AMVI VJ സാജു, തുരുത്തി വില്ലേജ് ഓഫീസർ K സുരേഷ് എന്നിവർ നേതൃത്വം വഹിച്ചു. തുടർന്ന് നെല്ലിക്കാൽ ദേവസ്വം പബ്ലിക് സ്കൂളിൽ അവലോകനവും നടന്നു. ദുരന്തം വന്നാൽ എങ്ങനെ നേരിടാമെന്ന ഒരു ലക്ഷ്യത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിൽ സംഘടിപ്പിച്ച മോക്ക് ഡ്രില്ലിന് ദിവസങ്ങളായി ചെറുവത്തൂരിൽ മുന്നൊരുക്കങ്ങൾ നടന്നിരുന്നു. DDMA നിരീക്ഷകയും എത്തിയിരുന്നു. റമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാസർഗോഡിനും ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ പ്രൗഢി. ബോച്ചയും അമലാപോളും ഡോളി ചായാവാലയും മോളിച്ചേച്ചിയും ഹരം പകർന്ന ഉദ്ഘാടന ചടങ്ങ് കാസർഗോഡിന്റെ ഉത്സവമായി മാറി. സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 2 ഗ്രാമിന്റെ ആഭരണങ്ങൾ മുതൽ 4 കോടി രൂപ വിലയുള്ള ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വിപുലമായ ശേഖരമാണ് ചെമ്മണ്ണൂർ കാസർഗോഡ് ഷോറൂമിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം കാസർഗോഡ് പ്രവർത്തനം ആരംഭിച്ചു. ഷോറൂമിന്റെ ഉദ്ഘാടന പരിപാടി ബോച്ചി, അമലാപോൾ, ഡോളി ചായ്വാല, മോളി കണ്ണമാലി എന്നിവരുടെ താരപ്രഭയിൽ കാസർഗോഡിന്റെ ഉത്സവമായി മാറി. രാവിലെ മുതൽ തന്നെ താരങ്ങളെ കാത്ത് നിരവധി പേരാണ് ഷോറൂമിന് മുന്നിലെത്തിയത്. ബോച്ചയെയും ഡോളി ചായ്വാലയെയും അമലാപോളിനെയും കാസർഗോഡ് ആരവങ്ങളോടെ വരവേറ്റു. കാസർഗോഡൻ സ്ലാങ്ങിൽ സംസാരിച്ച് കയ്യടി നേടിയ അമലാപോൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുവാനായതിന്റെ സന്തോഷം പങ്കുവച്ചു. ഈ ജ്വല്ലേഴ്സിന് എല്ലാ ജ്വല്ലേഴ്സിനേക്കാൾ ഏറ്റവും വലിയ സക്സസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിമിഷനേരം കൊണ്ട് ചായയുണ്ടാക്കി ഡോളി ചായ്വാല കാഴ്ചക്കാരെ അമ്പരപ്പിച്ചു. ബോച്ചയും അമലാപോളും പാട്ടിനൊത്ത് ചുവടുവെച്ചത് ആവേശ കാഴ്ചയായി. ഉദ്ഘാടന പരിപാടിക്കെത്തിയവർക്ക് ബോച്ചെ ടീ പാക്കറ്റുകളും താരങ്ങൾ നൽകി. ചടങ്ങിൽ നടി മോളി കണ്ണമാലിയെ 5 ലക്ഷം രൂപ നൽകി ബോബി ചെമ്മണ്ണൂർ ആദരിച്ചു. നിറകണ്ണുകളോടെയാണ് മോളി കണ്ണമാലി സഹായം സ്വീകരിച്ചത്. കാസർഗോട്ടെ നിർധനരായ രോഗികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന ധനസഹായം ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് ആഹ്ലാദം അലതല്ലിയ അന്തരീക്ഷത്തിൽ നടി അമലാപോൾ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാധാരണക്കാർക്ക് ഉപയോഗിക്കുവാൻ പറ്റുന്ന 2 ഗ്രാമിന്റെ ആഭരണങ്ങൾ മുതൽ 4.5 കോടി രൂപ വിലയുള്ള ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വിപുലമായ ശേഖരമാണ് ചെമ്മണ്ണൂർ കാസർഗോഡ് ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് ബോബി ചെമ്മണ്ണൂർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 50% ഇളവുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടി പണമടച്ച് സ്കീം വഴി ആഭരണങ്ങൾ വാങ്ങുവാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. വിവാഹാവശ്യങ്ങൾക്ക് 101 പവൻ വരെ സ്വർണം കടമായി വാങ്ങാവുന്ന പുതിയ പദ്ധതിയും ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന കളക്ഷൻ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലൂടെ സ്വർണ്ണാഭരണങ്ങൾ കടമായി വാങ്ങാനുള്ള അവസരം നമുക്ക് തുടങ്ങിയിരിക്കുകയാണ്. അത് 101 പവൻ വരെ വിവാഹാവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് കടമായിട്ട് വാങ്ങാനുള്ള ഒരു സൗകര്യം ഇരിക്കുകയാണ്. ആദ്യമൊക്കെ 3 പവൻ വരെ കൊടുത്തിരുന്നുള്ളൂ. ഇപ്പം 101 പവൻ വരെ സ്വർണ്ണാഭരണം കടം കൊടുക്കും. അതിന്
നിങ്ങൾക്ക് എല്ലാ ജ്വല്ലറി സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടാം. സ്പെഷ്യൽ കൗണ്ടർ ഉണ്ട്. എന്നെ നെല്ലിക്കുന്ന് MLA, നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ കൃഷ്ണൻ, വാർഡ് കൗൺസിലർമാരായ ശ്രീലത, ലളിതായം, ബോബി ചെമ്മണ്ണൂർ മാർക്കറ്റിംഗ് ജനറൽ മാനേജർ CP അനിൽ, ഗോൾഡ് അസോസിയേഷൻ പ്രസിഡന്റ് കരീം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ്, ബോബി ഇന്റർനാഷണൽ ഗ്രൂപ്പ് PRO MJ ജോജി എന്നിവരും ഉദ്ഘാടന പരിപാടിയിൽ സംബന്ധിച്ചു. ഉദ്ഘാടനത്തിനെത്തിയവരിൽ നിന്നും തിരഞ്ഞെടുത്ത 5 പേർക്ക് ഡയമണ്ട് മോതിരം സമ്മാനമായി നൽകി. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ബോബി ചെമ്മണ്ണൂർ കാസർഗോഡ് ഷോറൂമിൽ വിവിധ ഓഫറുകളും സമ്മാന പദ്ധതികളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CH കുഞ്ഞബ്ദുള്ള ഹാജി തലമുറ സംഗമം കൂട്ടായ്മ അനുസ്മരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. മുഹമ്മദ് ഹാജി തലമുറയിലെ 2000-ഓളം വരുന്ന കുടുംബാംഗങ്ങളെ കൂട്ടിയിണക്കുകയും അവർക്ക് ദിശാബോധം നൽകുകയും ചെയ്ത ഉന്നത വ്യക്തിയായിരുന്നു അന്തരിച്ച CH കുഞ്ഞബ്ദുള്ള ഹാജി എന്ന് തലമുറ സംഗമം കൂട്ടായ്മ അനുസ്മരിച്ചു. തലമുറ സംഗമത്തിന്റെ സ്ഥാപക നേതാവ് കൂടിയായിരുന്നു CH കുഞ്ഞബ്ദുള്ള ഹാജി. സംയുക്ത മുസ്ലിം ജമാഅത്ത് മുൻ സെക്രട്ടറി M മൊയ്തു മൗലവി പുഞ്ചാവി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും അദ്ദേഹത്തിന് നേരിട്ട് കാണാനും കൈകൊണ്ട് മുസാഫത്ത് ചെയ്യുവാനും സഹോദരന്മാരെ ചെയ്യുവാനും സാധിക്കുമായിരുന്നു. ഇവിടെയുള്ളവർക്ക് അങ്ങനെ കൂടുതൽ എല്ലാവർക്കും അങ്ങനെ ബന്ധപ്പെട്ട പ്രശ്നമുണ്ടാകും. അദ്ദേഹമാണെങ്കിൽ എല്ലാവരും അയാളുടെ മക്കളുടെ ഭാര്യമാരെല്ലാം എല്ലാവരെയും അദ്ദേഹത്തിന് കാണുകയും ചെയ്യാം, സ്പർശനം നടത്തുകയും ചെയ്യാം. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുടുംബ കൂട്ടായ്മയിൽപ്പെട്ട 35 വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി അനുമോദിച്ചു. തലമുറ കൂട്ടായ്മ ചെയർമാൻ CH ബഷീർ അധ്യക്ഷത വഹിച്ചു. കോയാപ്പള്ളി ഇമാം കരീം മുസ്ലിയാർ, T മുഹമ്മദ് അസ്ലം, അഷ്റഫ് കണിച്ചിറ, സമദ് നെടുങ്കണ്ടം, മാട്ടുമ്മൽ ഹസൻ ഹാജി, CH ഖാദർ ഹാജി, M സുലൈമാൻ, മുഹമ്മദ് കുഞ്ഞി മുഫീദ, ഷബീർ ഹസൻ, മുഹമ്മദ് നിസാം നെടുങ്കണ്ടം തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹ്യ സേവനത്തിന് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ മാട്ടുമൽ ഹസൻ ഹാജിക്ക് ചടങ്ങിൽ വെച്ച് സ്നേഹോപഹാരം കൈമാറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് ഡോക്യുമെന്റ് വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് RDO ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. കേരള സ്റ്റേറ്റ് ഡോക്യുമെന്റ് വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാഞ്ഞങ്ങാട് RDO ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തിയത്. ഫെയർ വാല്യൂ അപാകതകൾ പരിഹരിക്കുക, ആധാരം എഴുത്തുകാരെയും പൊതുജനങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന വില സംബന്ധിച്ച പുതിയ നിർദ്ദേശം പിൻവലിക്കുക എന്ന മുദ്രാവാക്യവുമായാണ് ധർണാ സമരം നടത്തിയത്. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TK സുകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സുഹൃത്തുക്കളെ, സഖാക്കളെ, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധർമ്മസമരമാണ് ഇന്ന് ആധാരമെഴുത്ത് മേഖലയിൽ അധികം പ്രവർത്തന സജീവമായ വരാത്ത പുതിയതായി ഈ സംഘടനാ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള കേരള സ്റ്റേറ്റ് ഡോക്യുമെന്റ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സമരം സംഘടിപ്പിക്കാൻ ഇടവന്നിട്ടുള്ളത്. C പ്രേമൻ അധ്യക്ഷത വഹിച്ചു. ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, KK നാരായണൻ, മധു തിരുവല്ല, P ഷാജു ഡേവിഡ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി PK കൃഷ്ണൻ സ്വാഗതവും TV രതീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചരിത്രപ്രസിദ്ധമായ നീലേശ്വരം മരക്കാപ്പ് കടപ്പുറം സിയാറത്തിങ്കര മഖാം ഉറൂസിന് തുടക്കമായി. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ T സുബൈർ പതാക ഉയർത്തി. ചരിത്രപ്രസിദ്ധമായ നീലേശ്വരം മരക്കാപ്പ് കടപ്പുറം സിയാറത്തിങ്കര മഖാം ഉറൂസിന് തുടക്കമായി. തുടർന്ന് ഉറൂസിന്റെ ഭാഗമായി നിർധനരായ 2 പേർക്ക് കമ്മിറ്റി വകയായി നിക്കാഹ് കർമ്മം നിർവഹിച്ചു. നിക്കാഹ് 2025 സാംസ്കാരിക സമ്മേളനം കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും ഒരുപാട് സംവാദങ്ങളും അതുപോലെ തന്നെ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും മതപരമായ സമ്മേളനങ്ങൾ വളരെ അപൂർവം മാത്രമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് അമ്പലങ്ങളിലേക്ക് ഉത്സവം നടക്കുമ്പോഴും ഉറൂസ് നടക്കുന്ന സമയത്തൊക്കെ മാത്രമാണ് ഇത്തരം സാംസ്കാരിക സമ്മേളനങ്ങൾ നമ്മൾ നടത്താറുള്ളത്. ഏകമത വിശ്വാസികളുടെ ഒരു മതമാണ് ഇസ്ലാം മതം.
അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ, അല്ലാഹു അല്ലാതൊരു ദൈവമില്ല. ഒരു ഇസ്ലാം മതവിശ്വാസി അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ മുട്ടുമടക്കാറുള്ളൂ. നിക്കാഹ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് കല്ലായി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് റാഫി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ കൌൺസിലർമാരായ കെ ബാബു, വിവിധ ക്ഷേത്ര കമ്മിറ്റി പ്രതിനിധികളായ രാമചന്ദ്രൻ പുഞ്ചാവി, ബാലചന്ദ്രൻ, വേണുഗോപാലൻ, രതീഷ് കുമാർ, വിവിധ ജമാഅത്ത് പ്രതിനിധികളായ ബുള്ളറ്റ് മൊയ്തു ഹാജി, മുഹമ്മദ് കുഞ്ഞി ഹാജി, CM അബൂബക്കർ, കെ ഹൈദർ, നൂറുദ്ദീൻ ഹാജി, നസീർ അപ്പാട്ടില്ലത്ത്, അബ്ദുൾ മജീദ് ഹാജി, NP മൊയ്തു ഹാജി, അബ്ദുൾ ഗഫൂർ ഹാജി, CH മുസ്തഫ ഹാജി എന്നിവർ സംസാരിച്ചു. നിക്കാഹ് കമ്മിറ്റി ജനറൽ കൺവീനർ NP ഹസൈനാർ സ്വാഗതവും ട്രഷറർ ഷാനിദ് PN നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചരിത്രപ്രസിദ്ധമായ പൂച്ചക്കാട് മഖാമുറൂസിന് തുടക്കമായി. തുടക്കമായി. ഏപ്രിൽ 10 മുതൽ 20 വരെ തീയതികളിലായാണ് മഖാമുറൂസ് നടക്കുന്നത്. പള്ളിക്കര സംയുക്ത ജമാഅത്ത് ഖാസി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മഖാമുറൂസ് ഉദ്ഘാടനം ചെയ്തു. ഒരു മനുഷ്യൻ അവൻ ശരീരത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിക്കാത്ത കാലത്തോളം അവൻ ഇനി പിൻപറ്റേണ്ട. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ അള്ളാഹുവിന്റെ വഹദത്തിനെ പറ്റി ആലോചിച്ച് തക്ലീഫിന്റെ ലോകത്തിൽ നിന്ന് പുറത്തുപോയവരുണ്ടാവും. അപ്പൊ അവര് മുക്കല്ലഫീകളല്ല. അപ്പൊ അവരോട് നിസ്കരിക്കണം, നോമ്പ് എടുക്കണം എന്നുള്ള കൽപ്പന ഉണ്ടാവില്ല. പക്ഷെ അവര് യഥാർത്ഥത്തിൽ അവരെ നമുക്ക് പിൻപറ്റാൻ പാടില്ല. അവര് കേൾക്കുന്നില്ല, നമ്മള് കേൾക്കാതെ, അവര് നോമ്പ് എടുക്കുന്നില്ല, നമ്മൾ നോമ്പ് എടുക്കാൻ അത് പറ്റില്ല. അവര് തക്ലീഫിന്റെ ലോകത്തിന്റെ പുറത്തു പോയവരാണ്. ഭ്രാന്തന്മാരെ പോലെ ചിലപ്പോൾ ശരിയായ ഭ്രാന്തന്മാരാവാം, ചിലപ്പോൾ അതാവൂല. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ KC ഷാഫി അധ്യക്ഷത വഹിച്ചു. ഉറൂസ് കമ്മിറ്റി ജനറൽ കൺവീനർ PK മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറഞ്ഞു. സഖറിയ പുത്തൂർ ഖിറാത്ത് നടത്തി. പള്ളിക്കര സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് KE ബക്കർ, തെക്കുപുറം ഖത്തീബ് നുഅമാൻ നവാസ് നിസാമി, മുഹമ്മദ് അലി മൗലവി എന്നിവർ ആമുഖ പ്രഭാഷണം നടത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രഗത്ഭരായവർ പ്രഭാഷണം നടത്തും. ഏപ്രിൽ 20 ഉറൂസ് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരം കുഞ്ചത്തൂർ പദവിൽ കിണറിൽ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മുൾക്കിയിലെ മുഹമ്മദ് ഷെരീഫിന്റെ മൃതദേഹമാണ് ആളൊഴിഞ്ഞ ഭാഗത്ത് കിണറിൽ കണ്ടത്. SFIക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SFI കേരളത്തിൽ സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞുവെന്നും CPM നേതൃത്വം ഇടപെട്ട് പ്രസ്ഥാനത്തെ പിരിച്ചുവിടണമെന്നും VD സതീശൻ. കേരളത്തിലെ ലഹരി വ്യാപനത്തിന്റെ കണ്ണികളാണ് SFI എന്നും CPM അവരെ രാഷ്ട്രീയ രക്ഷകർതൃത്വം നൽകി ക്രിമിനലുകളാക്കുകയാണെന്നും സതീശൻ കാസർഗോട്ട് പറഞ്ഞു. ചിരിയും ചിന്തയും വിതറി ആചാരപ്പെരുമയിൽ ശാലിയപ്പൊറാട്ട്. പുരോത്സവത്തിന്റെ ഭാഗമായി വെള്ളിക്കോത്ത് അദ്യാൽ തെരു ചുളിയാർ ഭഗവതി ക്ഷേത്രത്തിലാണ് ശാലിയപ്പൊറാട്ട് അരങ്ങേറിയത്. സോൾജിയേഴ്സ് ഓഫ് KL14 വെൽഫെയർ സൊസൈറ്റിയുടെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം 12-ന്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വിഷുവിന്റെ വരവറിയിച്ച് കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച വിഷുക്കാലത്തെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. ഈ കാഴ്ചയെന്നും മനസ്സിൽ ഗൃഹാതുരത്വം തുളുമ്പുന്ന ഓർമ്മയാണ്. കേരള സ്റ്റേറ്റ് ഹയർ ഗൂഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിന് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് AP അഹമ്മദ് കോയ ശിലാസ്ഥാപന ചടങ്ങ് നിർവഹിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഊരാളുങ്കലിന് കൃഷിയും വഴങ്ങും. ഊരാളുങ്കൽ അഗ്രിഗേറ്റ്സിന്റെ കീഴിലുള്ള കയ്യാറിലെ നെൽപ്പാടം കൊയ്ത്തിനു ഭാഗമായി കണ്ണിന് കുളിർമയുള്ള കാഴ്ചയായി മാറുകയാണ്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.